ലിതി പാടുന്നു ഒറ്റനിലെ ഒരു അടിപൊളി ഗാനം. നല്ലോണം പാടി ലിതി. Your good future. മോളിപ്പോ പാടുമ്പോൾ ഉണ്ടായിരുന്ന ബോഡി ലാംഗ്വേജ് നല്ലതാണ്, പക്ഷെ അത് പാട്ടിലുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് വരുത്താൻ ശ്രമിക്കുക. ലിതി, ഒറ്റനിലെ ഏത് പാട്ടാണ്? പ്രിപ്പയർഡ് ആണോ? ഓക്കെ, നന്നായി പാടൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Bande, 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 baby, bande, baby. சின்ன விடா வரட்டுமா, பெரிய விடா வரட்டுமா? நான் சொல்றேன். தெரிக்க சின்ன விடா வரட்டுமா, பெரிய விடா வரட்டுமா? மேசரிகே சின்ன வீடு பிடிக்குமா? நம்ம மேசரிகே பெரிய வீடு பிடிக்குமா? நம்ம மேசரிகே பெரிய வீடு பிடிக்குமா? சின்ன வீடு வேணாண்டி, பெரிய வீடு வேணாண்டி, வேலை செய்து பொழைக்கிறடி பாவமா? அடி அதுக்கும் கூட வைத்து வச்ச நியாயமா? அடி அதுக்கும் கூட வைத்து வச்ச நியாயமா? சின்ன வீடா இருந்தா நீ எப்போ வரலாம், பெரிய வீடா இருந்தா நீ எப்போதுமே வரலாம். எப்போதுமே ஒரே வீடுதான் எம்மாடி, எனக்கு ரொம்ப நல்ல பேருதான். சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா? மேசரிக்கு சின்ன வீடு பிடிக்குமா? நம்ம மேசரிக்கு பெரிய வீடு பிடிக்குமா? ஜல்லி எல்லாம் மல்லியாகுது. சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா? மேசரிக்கு சின்ன வீடு பிடிக்குமா? நம்ம மேசரிக்கு பெரிய வீடு பிடிக்குமா? சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா? மேசரிக்கு சின்ன வீடு பிடிக்குமா? நம்ம மேசரிக்கு பெரிய வீடு பிடிக்குமா? நம்ம மேசரிக்கு பெரிய வீடு பிடிக்குமா? சின்ன வீடு வேணாண்டி, பெரிய வீடு வேணாண்டி, வேலை செய்து பொழைக்கிறண்டி பாவமா? பெரியதுக்கும் கூட வைத்து வச்ச நியாயமா? அடி எதுக்கும் கூட வைத்து வச்ச நியாயமா? சின்ன வீடா இருந்தா நீ எப்போ வரலாம், பெரிய வீடா இருந்தா நீ எப்போதுமே வரலாம். எப்போதுமே ஒரே வீடு
എനിക്ക് ആ ബാണ്ട് ബേബി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആരായിരുന്നു? 2 പേരാ, ഒരാൾ ബാണ്ടും ഒരാൾ ബേബിയോ? അതൊന്നും ഒന്നുകൂടെ പറയാം അവസാനത്തുള്ളത്. ബാണ്ട് 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 ബേബി. ഇത് വല്ലാണ്ട് കൂടി വേണ്ട. ഇത് ബാണ്ട് ബേബിയുടെ ഇടപാട് തീർന്നു. എനിക്ക് ഒരു പേരും കിട്ടിയല്ലോ, ബാണ്ട് ബേബി. പിന്നെ സുശാന്തിനെ നോക്കിയിട്ട് പെരിയ വീട് വേണമാ എന്ന് ചോദിച്ച് എന്തർത്ഥത്തിലാണ്? മോളെ, പെരിയ വീടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള പെരിയ വീടല്ല, തമിഴ്നാട്ടിൽ വേറെ അർത്ഥം. അറിഞ്ഞോണ്ടാണ് ചോദിച്ചത്. ആ പാവൻ ചെക്കൻ്റെ അടുത്ത് വീട് പോയിട്ട് ഒരു റൂം പോലും കിട്ടാനില്ലാതെ നടക്കുക സുശാന്ത് പാവം. എന്താണ് പെരിയ വീടെന്ന് പറഞ്ഞാൽ? എന്താണ്? കല്യാണം കഴിക്കണമെന്നോ? വീട്ടുകാരെ എല്ലാരും കൂടെ കല്യാണം കഴിക്കാനോ? അതെന്താണ് കല്യാണം? ആദ്യത്തെ ഭാര്യയാണ് പെരിയ വീട്. പിന്നെ എന്തെങ്കിലും കൂടെ ഇച്ചിരി കയ്യിലിരിപ്പ് കൊള്ളത്തില്ലെങ്കിൽ ചിന്ന വീടും കൊച്ചു റൂമും ഒക്കെ വരേണ്ടി വരും കൂടെ കേട്ടോ. അപ്പം അത് എന്തൊക്കെ ആ സുശാന്തിനെ നോക്കി അത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല. എന്നെ നോക്കി അത് കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. മല്ലിയാവും. ഞാൻ ചിരിക്കുമ്പോൾ ജല്ലി അങ്ങനെ മല്ലിയാവും. എന്നാൽ പിന്നെ ഞാൻ സാമ്പാർ കട തുടങ്ങാം ഇത്രയും മല്ലിയും കൊണ്ട്. അത് ഞാൻ ചോദിക്കുന്നത് എന്നെയാണോന്ന്? അതെന്ന് അത് നീന്ന് അതൊരു മര്യാദയെങ്കിലും വേണ്ടേ? സാറ് ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നീ ചിരിക്കുമ്പോൾ മല്ലിയെല്ലാം ജല്ലിയാവുന്നതെന്ന് പറഞ്ഞാൽ ഞാനത് ഞെട്ടിപ്പോയി. അപ്പോൾ പിന്നെ അവസാനത്തെ ചിന്ന വീട് ഒരു വല്ലാത്ത ചിന്ന വീടായിരുന്നു. ഒരു വക മനസ്സിലായില്ല മോള് പാട്. അതെന്ത് പറ്റി? ക്ഷീണിച്ച ഉള്ള വീടെല്ലാം കൂടെ കെട്ടി കുറച്ചുകൂടെ പവർ അങ്ങ് പോയില്ല. എത്തി അങ്ങ് ക്ഷീണിച്ചു മൊത്തത്തിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അസ്ലായി പാടി. ലിജു, ലിജു ഒന്ന് ഇങ്ങോട്ട് വരിക. അതെടുത്തോണ്ട് ഒരു ഐറ്റം കൂടെ കൊണ്ട്. അതെ. അതെ, ഞാൻ വെച്ച് പാട്ടിന്റെ അവസാനം നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് ലിറ്റിക്ക് ഒരു സപ്പോർട്ട് കൊടുത്ത്. പാട്ടിന് അത്ര ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ലിജു വരാറുന്നത്. താങ്ക് യു ലിജു. താങ്ക് യു. ലിറ്റിയുടെ പല്ലവി ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഫസ്റ്റ് പല്ലവി, ഫസ്റ്റ് ചരണം കുറച്ച്, സെക്കൻഡ് ചരണം കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ശ്രുതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത്. പിന്നെ ബട്ട് ഇൻ ടോട്ടൽ മോൾ ആ പാട്ടിൽ മുഴുകി എക്സ്പ്രസീവായിട്ട് ചെയ്തു. ഡാൻസും മൂവ്മെന്റ്സും ഒക്കെ ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. അത് ഇങ്ങനത്തെ ഒരു റൗണ്ടിന് മുഖ്യമായിട്ട് അതാണ് നമുക്ക് ആവശ്യം. അത് മോള് ഡെഫിനറ്റ്ലി ഫുൾ തന്നു. പക്ഷെ കുറച്ചുകൂടെ പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആൻഡ് യു ഹാവ് വെരി ഗുഡ് വോയിസ്. ഞാൻ കഴിഞ്ഞോണേം പറഞ്ഞു, നല്ല വോയിസ് ആണ്. റോക്കിംഗ്. ഇവിടെ ഈ 6-8 ഈ കുത്ത് വരുമ്പോൾ ഹാപ്പി ആവാത്ത, ഡാൻസ് ചെയ്യാത്ത ആരും കാണത്തില്ല. ഓൺലി ലോവർ നോട്ട്സ് വരുമ്പോൾ കുറച്ച് പവർ കുറവായിരുന്നു. ഇത്രയും നോയ്സിൻ്റെ ഇടയ്ക്ക് ടു പിച്ച് ഫോർ എനി വൺ ഇസ് ഡിഫിക്കൾട്ട്. ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് സൂപ്പർ. ലിതി, ഇപ്പൊ നമ്മൾ കോമന്റ്സ് ഒക്കെ കേട്ടു. ഇനി സ്കോർസ് അറിയാം. സുജാ ചേച്ചി 26.5 on 30. ശരത് സർ എൻ്റെ അടുത്ത് മല്ലി ജെല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പറിച്ചു. 26 on 30. താങ്ക് യു സർ. ശ്രീനി സർ ഇത് ഫാസ്റ്റ് സോങ് അല്ലേ, അതിൻ്റെ എനർജി ഉണ്ടായിരുന്നു. 27.5 on 30. 80 on 90 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ടോട്ടൽ പെർഫോമൻസിന്, ഓവറോൾ പെർഫോമൻസിന് ജഡ്ജസ് 10ൽ നൽകിയിരിക്കുന്ന മാർക്ക്
8 on 10. So your total score is 88 on 100. It's much,